നമസ്കാരം സുഹൃത്തുക്കളെ. റഹീം റഹീം എവിടെ പോയി? സൗദി ജയിലിൽ കിടക്കുന്ന റഹീം എവിടെ എന്നാണ് എന്റെ ചോദ്യം. കാരണം ഏകദേശം ഒരു വർഷം കഴിഞ്ഞു എന്ത് ചെയ്തിട്ട് ഇവർ 47 കോടിക്ക് മുകളിൽ പണം പിരിച്ചിട്ട്, അല്ലെ? 47 കോടിക്ക് മുകളിൽ ഇവർ പണം പിരിച്ചിട്ട് ഏകദേശം ഒരു വർഷം കഴിഞ്ഞു. എന്നിട്ടും റഹീം നാട്ടിലെത്തിയില്ല. റഹീം നാട്ടിലെത്തിയില്ല. എന്നിട്ടിപ്പോ പുതിയ ഒരു വാർത്ത വന്നിട്ടുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. കാരണം നമ്മൾ ഇതിന്റെ മുൻപ് റഹീം വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് വീഡിയോസുകൾ ചെയ്തതായിരുന്നു. സത്യത്തെ ഭയപ്പെടുന്ന ആളുകൾ സത്യം വിളിച്ചു പറയുമെന്ന് അവർക്ക് ഉറപ്പായപ്പോ അവർ എനിക്കെതിരെ, അതായത് റഹീമിന്റെ പവർ ഓഫ് അറ്റോർണി സിദ്ദീഖ് തുവൂരി എനിക്കെതിരെ പരാതി കൊടുത്തുകൊണ്ട് ആ വിഷയം താൽക്കാലികം നിർത്തിവെക്കാൻ CI സാറ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ആ വിഷയം താൽക്കാലികം നിർത്തിവെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇനിയും മിണ്ടാതിരിക്കാൻ തൽക്കാലം കഴിയില്ല എന്നാണ് പറയാനുള്ളത്. കാരണം റഹീമിന്റെ പണപ്പിരിവ് മുതലേ ഇവർ പ്രചരിപ്പിച്ചിരുന്നത് നുണപ്രചാരണങ്ങളായിരുന്നു എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്ന കേസാണ്. അറിയാത്തവർക്കായിട്ട് ഞാൻ ഇവിടെ ഒരു പോസ്റ്റ് കൊടുക്കാം. അത് ഇങ്ങനെയാണ്: റഹീമിനെ തൂക്കിലേറ്റാൻ ഇനി 7 ദിവസം മാത്രം. സൗദിയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട റഹീമിന്റെ മോചനം. അതായത് തൂക്കിലേറ്റാൻ 7 ദിവസം, 6 ദിവസം, 5 ദിവസം, 4 ദിവസം എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു നമ്മുടെ നാട്ടിലെ സോഷ്യൽ മീഡിയകളിലൂടെ പോസ്റ്റുകൾ പ്രചരിപ്പിച്ചിരുന്നതും എന്നിട്ട് ഇവർ പണപ്പിരിവ് നടത്തിയിരുന്നതും. ശരിക്ക് ഈ പറയുന്ന റഹീമിനെ വധശിക്ഷ വിധിച്ചിരുന്നോ? അങ്ങനെ ഒരു ഡേറ്റ് ഉണ്ടായിരുന്നോ? ഇല്ല എന്ന് ഞാൻ ഉറക്കെ വിളിച്ചു പറയും. അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ കമ്മിറ്റി ആ ഒരു വിധി പുറത്ത് വിടട്ടെ. അത് ഇവരെ കൊണ്ട് പുറത്തു വിടാൻ കഴിയോ? കഴിയൂല. കാരണം ഇവരിപ്പോ പറയുന്നത് എന്താ? അങ്ങനെ ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ, അങ്ങനെ ഞങ്ങൾ എവിടെയും പറഞ്ഞിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത്. കാരണം അങ്ങനെ ഒരു വിധി ഉണ്ടായിട്ടില്ല. റഹീമിനെ തൂക്കിലേറ്റാനല്ല പറഞ്ഞിരുന്നത്. റഹീമിന്റെ വിധി പ്രസ്താവിക്കാൻ 7 ദിവസം മാത്രമായിരുന്നു ശരിക്കും അന്ന് ഉണ്ടായിരുന്നത്. കാരണം അടുത്ത സിറ്റിങ്ങിന്റെ ആ ഒരു ഡേറ്റ് ആണ് പറഞ്ഞിരുന്നത്. അല്ലാതെ അന്ന് റഹീമിനെ 7 ദിവസം കൊണ്ട് തൂക്കിലേറ്റി ഓനെ തൂക്കിക്കൊല്ലാനും തലവെട്ടാനൊന്നും പോയിരുന്നില്ല. അതൊക്കെ വെറും നുണപ്രചാരണങ്ങൾ മാത്രമായിരുന്നു. ഇപ്പോ ഈ കമ്മിറ്റി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, കമ്മിറ്റിക്ക് കഴിയില്ല എന്നുണ്ടെങ്കിൽ അവര് കഴിവുകെട്ടവരാണ് എന്നുണ്ടെങ്കിൽ ഞങ്ങളെ കൊണ്ട് എല്ലാത്തിനും കഴിയുമെന്ന് പറഞ്ഞ് നടക്കല്ല വേണ്ടത്. അത് കഴിയുന്ന ആളുകളെ ഏൽപ്പിക്കണം. അത് ഇവര് ചെയ്യൂല. കാരണം നമ്മൾ ഇവരെ കൊണ്ട് കഴിയാത്ത ഒരു കാര്യമായിരുന്നു ഉമ്മയെ സൗദിയിൽ കൊണ്ടുപോയി യാതൊരുവിധ ബന്ധനവും ഇല്ലാതെ റഹീമിനെ കാണിക്കുക എന്നുള്ളത്, അല്ലെ? എന്നിട്ട് അത് ഇവരെ കൊണ്ട് കഴിയില്ല എന്ന് കണ്ടപ്പോ മറ്റൊരു മാർഗത്തിലൂടെ റഹീമിന്റെ സഹോദരന് നസീർക്ക എന്ത് ചെയ്തു? ഉമ്മയെ സൗദിയിൽ കൊണ്ടുപോയി റഹീമിനെ കാണിച്ചു. പക്ഷെ തന്നെ റഹീം അത് കാണണ്ട, ഉമ്മയെ കാണണ്ട എന്നുള്ളത് പറഞ്ഞുകൊണ്ട് റഹീം നിരസിച്ചു. അതിന്റെ ഒക്കെ ഒരു ഭവിഷ്യത്താണോ എന്നുള്ളത് അറിയില്ല. എന്തായാലും ആ ഉമ്മ സ്വന്തം മകനെ ഒരിക്കലും ശപിക്കില്ല. ശപിക്കാത്തത് കൊണ്ട് തന്നെ റഹീം എത്രയും പെട്ടെന്ന് നാട്ടിൽ എത്തണം എന്നുള്ളത് തന്നെയാണ് നമ്മളുടെ ഒക്കെ ആഗ്രഹം. കാരണം ആ ഉമ്മയുടെ കണ്ണീരിന് കൊടുത്ത വിലയാണ് ഈ പറയുന്ന 47 കോടിക്ക് മുകളിൽ വന്ന പണം എന്ന് പറയുന്നത്. ആ ഉമ്മയുടെ കണ്ണീര് കണ്ടിട്ടാണ് ജനം കൊടുത്തിട്ടുള്ളത്, അല്ലെ? അപ്പൊ എന്തായാലും കമ്മിറ്റിക്കാർ ഇപ്പോ പുതിയ ഒരു ന്യൂസ് വന്നിട്ടുണ്ട് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയം. അത് ഇതാണ്: റഹീമിന്റെ റിലീസ് ജനറൽ ഗ്രൂപ്പ് എന്നുള്ള 3ാം ഗ്രൂപ്പിൽ വന്ന ഒരു സ്ക്രീൻഷോട്ടാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിൽ പോസ്റ്റ് ഇങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്: റഹീം മോചന വിഷയത്തിൽ അടിയന്തരമായ ഇടപെടൽ പാർലമെന്റ് MP-മാരെ കാണുന്ന നടപടി ത്വരിതഗതിയിൽ തുടരുന്നു. റഹീം മോചനവുമായി ബന്ധപ്പെട്ട് സൗദിയിൽ കോടതി നടപടികൾ അനിശ്ചിതമായി നീണ്ടുപോകുന്ന സാഹചര്യത്തിൽ ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയ്ക്ക് റഹീമിന് എത്രയും പെട്ടെന്ന് നീതി ലഭിക്കണമെന്ന വിഷയത്തിൽ ഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസുമായും വിദേശകാര്യ വകുപ്പ് മന്ത്രിയുടെ നേരിട്ട് കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നതിനും ഇന്ത്യയിലെ സൗദി അംബാസിഡറുമായും ബന്ധപ്പെടുന്നതിനും വേണ്ട നടപടികൾ ത്വരിതപ്പെടുത്തുന്നതിനായി വേണ്ട കാര്യങ്ങൾക്കായി ഇന്ന് കമ്മിറ്റി അംഗങ്ങൾ മുതിർന്ന സുപ്രീം കോടതി അഭിഭാഷകൻ കൂടിയായ അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ MP-യെ നേരിട്ട് കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി. 10-ാം തീയതി പാർലമെന്റ് ആരംഭിക്കുന്ന സാഹചര്യത്തിൽ ഈ വിഷയത്തിൽ കാര്യമായ ഇടപെടൽ മറ്റ് കേരളത്തിൽ മുഴുവൻ MP-മാരെയും സഹകരിച്ച് വേണ്ടത് ചെയ്യാമെന്ന് അദ്ദേഹം ഉറപ്പു നൽകി. റഹീമിനെതിരെയുള്ള ക്രിമിനൽ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച സാഹചര്യത്തിൽ ഇനി അവശേഷിക്കുന്ന സിവിൽ നിയമ നടപടികളുടെ ഭാഗമായുള്ള കാര്യങ്ങളും ഇന്ത്യ ഗവൺമെന്റ് തലത്തിൽ ഇതിന് സ്വീകരിക്കേണ്ട കാര്യങ്ങൾ മറ്റും വിശദമായി അദ്ദേഹത്തിനോട് നിയമോപദേശം തേടുകയും ചെയ്തു. സൗദി ജയിലിൽ കിടക്കുന്ന റഹീമിന് വേണ്ടിയിട്ട് നമ്മളുടെ കേരളത്തിലെ MP-യെ കണ്ടുകൊണ്ട് ഇവർ കാര്യങ്ങൾ മുന്നോട്ട് നീക്കാണ്. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ പറയുന്ന നിങ്ങൾ കമ്മിറ്റിക്കാർ മാത്രമാണ് സൗദി അറേബ്യയിലുള്ളത്? ഇതിലൊക്കെ ഇടപെടാനും അതിനൊത്ത പിടിപാടില്ല എത്രയോ ആളുകൾ സൗദി അറേബ്യയിലുണ്ട്. ലക്ഷക്കണക്കിന് മലയാളികൾ സൗദി അറേബ്യയിലുണ്ട്. പക്ഷെ അവരെ ഒന്നും നിങ്ങൾ അടുപ്പിക്കില്ല. കാരണം ഈ ഉമ്മയെ സൗദി അറേബ്യ ജയിലിൽ കൊണ്ടുപോയിട്ട് ആ മകനെ കാണിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചതിന്റെ പേരിൽ എല്ലാവരും എന്താ പറയാ, എട്ടുകാലി മമ്മൂഞ്ഞുകളായി മാറി. ഇവര് അങ്ങനെ പറഞ്ഞിരുന്നത്. കാരണം ആ ഉമ്മയുടെ ആഗ്രഹമാണ് നമ്മളന്ന് സാധിച്ചു കൊടുത്തത്. അതിനു വേണ്ടിയിട്ടാണ് നമ്മളന്ന് പോരാടിയത്. അത് നമ്മൾ സാധിക്കുകയും ചെയ്തു. അപ്പൊ ഈ കൊണ്ടുപോയ ആളുകളൊക്കെ ആരായി? എട്ടുകാലി മമ്മൂഞ്ഞുകളായി പേരും പ്രശസ്തി നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവരൊക്കെ പ്രചരിപ്പിച്ചിരുന്നത്. പക്ഷെ അതിന്റെ പുറകിൽ ഉണ്ടായിരുന്ന ആളുകളുടെ പേരും ഡീറ്റെയിൽസുകളും ഇപ്പോഴും കൂടുതൽ പുറത്ത് വന്നിട്ടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ചുരുക്കം കുറച്ച് ആളുകളുടെ പേര് മാത്രമാണ് വന്നിട്ടുള്ളത്. അത് ചെയ്ത അഷ്റഫ് കുറ്റിച്ചൽ എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ പോലും ഭയങ്കരമായിട്ട് ഇവർ സൈബർ ആക്രമണം നടത്തി. ഇവരെ കൊണ്ട് ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യമാണ് അഷ്റഫ് കുറ്റിച്ചൽ എന്ന് പറയുന്ന വ്യക്തി അന്ന് ചെയ്തത്. ആ ഉമ്മയെ അവിടെ കൊണ്ടുപോയി വളരെ കൃത്യമായിട്ട് ആ ഉമ്മയ്ക്ക് യാതൊരു ബന്ധനവും ഇല്ലാതെ റഹീമിനെ കാണിച്ചു കൊടുത്തു. കമ്മിറ്റിക്കാരെന്താ പറഞ്ഞിരുന്നത്? അവരെ കൊണ്ട് എങ്ങനെ കാണിച്ചു കൊടുക്കാൻ കഴിയുമെന്ന് പറഞ്ഞിരുന്നത് ചങ്ങലയിൽ ബന്ധിച്ചുകൊണ്ട് ഒരു ഗ്ലാസിന്റെ അപ്പുറവും ഇപ്പുറവും നിന്ന് മാത്രമാണ് റഹീമിനെ കാണാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത്. പക്ഷെ അങ്ങനെയല്ല റഹീമിന്റെ ഉമ്മ റഹീമിനെ കണ്ടത്. റഹീമിന്റെ ഉമ്മ തന്നെ അന്ന് പറഞ്ഞിരുന്നത്, ഞാൻ കണ്ടപ്പോൾ എന്റെ കുട്ടിയുടെ കയ്യിലും കാലിലും ചെങ്ങലയോ കാര്യങ്ങളോ ഒന്നുമില്ല, ഞാനും ഒന്നും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ്. എന്നിട്ട് ആ ഉമ്മയെ കമ്മിറ്റിക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ സദസ്സിൽ ഇരുത്തിക്കൊണ്ട്
കരയിപ്പിച്ചിട്ടാണ് ആ ഉമ്മയെ വീണ്ടും നാട്ടിലേക്ക് തിരിച്ചയച്ചത്. ആ സദസ്സിൽ ഇരുത്തിപ്പോലും ആ ഉമ്മയെ കരയിപ്പിച്ച് മാധ്യമങ്ങൾക്കിടയിലേക്ക് വിട്ടുകൊടുത്ത് ഇവരുടേതായിട്ടുള്ള ചുക്കാൻ പിടിക്കുന്ന മാധ്യമങ്ങളിൽ ചോദ്യങ്ങൾ ചോദിപ്പിച്ചുകൊണ്ട് അവരെ കൊണ്ട് എന്താണോ പറയിപ്പിക്കാൻ ഉദ്ദേശിച്ചത് അതൊക്കെ ഈ മാധ്യമങ്ങൾ പറയിപ്പിച്ച്, അതായത് കമ്മിറ്റിയുടെ ഭാഗത്തേക്ക് ആക്കിയിട്ടാണ് മാറ്റി. അതാണ് ശരിക്കും അന്ന് മാധ്യമങ്ങൾ ചെയ്തത്. അപ്പൊ നിങ്ങൾ കമ്മിറ്റിക്കാരായിട്ടുള്ള ആളുകളോട് ഒന്നാണ് പറയാനുള്ളത്, നിങ്ങളെ കൊണ്ട് കഴിയില്ല എന്നുണ്ടെങ്കിൽ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൽ നിന്ന് പിന്മാറിയിട്ട് കഴിയുന്ന ആളുകളെ നിങ്ങൾ ഇത് ഏൽപ്പിക്കുക. അതിന് പറ്റിയ ആളുകളുണ്ടെന്നേ, അതിന് പറ്റിയ ആളുകളുണ്ട്. നിങ്ങളെ കൊണ്ടല്ലേ കഴിയാത്തത്. നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ പറയുന്ന ഒരു വാക്കാണ് എന്ത്, 1 വർഷം 2 വർഷമായിട്ടും ദിയാദനം ബ്ലഡ് മണി കൊടുത്തിട്ടും റിലീസ് ആകാതെ എത്രയോ കേസുകൾ ഉണ്ട് എന്നാണ് ഇവർ പറയുന്നത്. എന്താ നിങ്ങൾ ഇത് പറയാത്തത്? ബ്ലഡ് മണി കൊടുത്ത് ദിവസങ്ങൾ കൊണ്ട് ജയിൽ മോചിതരായി വന്ന എത്ര ആളുകളുണ്ട്? അതെന്താ ശരിയല്ലേ? അപ്പൊ നീ നടക്കാത്ത കേസാണ് നിങ്ങൾക്ക് ഏറ്റവും വലുത്, അത് നടക്കുന്ന കേസാണോ? ദിവസങ്ങൾ കൊണ്ട് അവിടെ നിന്ന് റിലീസായി വന്ന ആളുകളുണ്ട്, ബ്ലഡ് മണി കൊടുത്ത് റിലീസായി വന്ന ആളുകളുണ്ട്. അപ്പൊ അത് നിങ്ങളെ കണക്കിൽപ്പെടുത്താൻ പറ്റില്ല. വിധിന് റിലീസായി വരാത്ത ആളുകൾ മാത്രം നിങ്ങൾ കണക്കൂട്ടണം. എത്രയോ ആളുകൾ ബ്ലഡ് മണി കൊടുത്ത് ദിവസങ്ങൾ കൊണ്ട് ജയിൽ മോചിതരായി നാട്ടിലെത്തിയ ഒരുപാട് കേസുകളുണ്ട്. അത് മാത്രം പറയാൻ പാടില്ല അല്ലേ? കാരണം നിങ്ങൾക്ക് അത് പറഞ്ഞ മോശമാണല്ലോ. കാരണം നിങ്ങളിപ്പോ ഇത്രയും 1 വർഷത്തിന്റെ മുകളിലായി പണം പിരിച്ചിട്ട് ബ്ലഡ് മണി കൈമാറി എന്ന് പറയുന്നത്, കൈമാറിയതിന്റെ രേഖകളൊന്നും തന്നെ നമ്മൾ ആരും എവിടെയും കണ്ടിട്ടില്ല. ഒരു ചെക്കിന്റെ ഒരു ഫോട്ടോ മാത്രം കണ്ടു. അത് ആർക്ക് കൈമാറി, എവിടെ കൈമാറി? ഈ പറയുന്ന റഹീം വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും ഒരു രേഖ ഇന്ന് വരെ ഈ പറയുന്ന കമ്മിറ്റി പൊതുസമൂഹത്തിന്റെ മുൻപിലേക്ക് വിട്ടിട്ടുണ്ടോ? വിട്ടിട്ടില്ല. എന്തുകൊണ്ട് വിടുന്നില്ല? അത് ചോദിക്കുമ്പോൾ പറയും അവിടുത്തെ സൗദി ഗവൺമെന്റിന്റെ രേഖകളാണ്, അത് പുറത്തു വിടാൻ പറ്റില്ല, കേസിനെ ബാധിക്കുന്നില്ലൊക്കെയാണ് ഇവർ പറയുന്നത്. അപ്പൊ നിങ്ങൾ ഈ കാരണത്താൽ ഈ 1 വർഷമായിട്ട് സൗദിക്കെതിരെ, സൗദിയിലെ നിയമങ്ങൾക്കെതിരെ, സൗദി രാജ്യത്തിനെതിരെ, അവിടുത്തെ നിയമപാലകർക്കെതിരെ എന്തെല്ലാം രീതിയിലുള്ള തെറികളാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ എഴുതുന്നത് ജനങ്ങൾ. അതിനൊക്കെ കാരണക്കാർ നിങ്ങളാണല്ലോ അല്ലെ? ഈ കഴിഞ്ഞ 3-ാം തീയതി ഇറങ്ങുമെന്ന് പറഞ്ഞു, ഇനി അടുത്ത 18-ാം തീയതി ഇറങ്ങുമെന്ന് പറയുന്നത്, ഇങ്ങനെ ഡേറ്റ് മാറ്റി മാറ്റി പറയുന്നത് നിങ്ങളാണല്ലോ അല്ലെ? ആ നിങ്ങളല്ലേ ഈ പറയുന്ന തെറികൾക്കെല്ലാം കാരണക്കാര്? എന്നിട്ട് അതിനെതിരെ പ്രതികരിക്കുന്നവർ മോശക്കാര്, പ്രതികരിക്കുന്നവരെ കേസ് കൊടുക്കുക. ഇനിയുള്ളത് പറയാനുള്ളത് പറയുക തന്നെ ചെയ്യും, പ്രതികരിക്കാനുള്ളത് പ്രതികരിക്കുക തന്നെ ചെയ്യും. കാരണം ഇനി മിണ്ടാതിരിക്കാൻ കഴിയില്ല എന്നാണ് നിങ്ങളോട് പറയാനുള്ളത്. കാരണം ആ പാവപ്പെട്ട ഉമ്മയുടെ കണ്ണീര് കണ്ട്, ആ കണ്ണീരിന്റെ പണമാണ് ജനങ്ങൾ കൊടുത്തിട്ടുള്ളത്. ആ ഉമ്മയുടെ കണ്ണീരിന്റെ വിലയാണ്. ആ ഉമ്മയുടെ അടുത്തേക്ക് മകനെ എത്തിക്കാൻ വേണ്ടിയിട്ട് കൊടുത്ത പണമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇതൊക്കെ കാണുമ്പോ എത്രയൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും റഹീം കമ്മിറ്റിയെ എതിർത്ത് പറയാതെയും റഹീം കമ്മിറ്റിയുടെ ചുക്കാനൊക്കെ പിടിക്കുമ്പോ എനിക്ക് സത്യം പറഞ്ഞാൽ തോന്നുന്നത് എന്താണെന്നറിയോ? ഇതിന് ചെറിയൊരു പങ്ക് റഹീമെ അനക്കും കിട്ടുന്നുണ്ടോ എന്നൊക്കെ സംശയിച്ചു പോവുകയാണ്. അങ്ങനെ സംശയിക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് ഇപ്പൊ നിലനിൽക്കുന്നത്. കാരണം ഈ റഹീമിന്റെ ഉമ്മയുടെയും ജ്യേഷ്ഠന്റെയും കയ്യിലുണ്ടായിരുന്ന കുറച്ച് പണം, അതിൽ നിന്ന് പണം എടുത്തുകൊണ്ടാണ് ഇവർ സൗദി അറേബ്യയിലേക്ക് പോയത്. അതുപോലും തിരിച്ചു ചോദിക്കാൻ വേണ്ടിയിട്ട് ആക്രോശം കൂട്ടിയിരുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ ഈ റഹീം കമ്മിറ്റിയുടെ കയ്യിൽ കിടക്കുന്ന കോടികൾ, 11 കോടിക്ക് മുകളിലൊക്കെ പൈസ ഇവരുടെ കയ്യിൽ കിടക്കുന്നുണ്ട്. ആ കോടികൾ മാത്രം ചോദിക്കാൻ ഇവിടുത്തെ ആളുകൾക്ക് എന്താ കഴിയാത്തത്? റഹീം തന്നെ പറഞ്ഞിട്ടുണ്ട്, അതിൽ നിന്ന് 1 രൂപ പോലും റഹീമിന് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തുകൊണ്ട് ആ പണം പാവപ്പെട്ട ആളുകൾക്ക്, അർഹതപ്പെട്ട ആളുകൾക്ക് കമ്മിറ്റിക്ക് നൽകിക്കൂടാ? എന്തിന് നിങ്ങൾ അത് പൂഴ്ത്തി വെക്കുന്നത്? എന്താ ഇതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ബാക്കിയുള്ളത് മിണുങ്ങാം എന്നുള്ള ഒരു ഉദ്ദേശം ഉണ്ടെന്ന് വെച്ചാൽ ജനങ്ങൾ അത്രയ്ക്ക് പൊട്ടന്മാരല്ല. ജനങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, ഇതൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ കമ്മിറ്റിക്കാരെ നിങ്ങളോടാണ് പറയാനുള്ളത്, നിങ്ങൾക്ക് കഴിയില്ല എന്നുണ്ടെങ്കിൽ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്മാറുക. അതിന് കഴിയുന്ന ആളുകളുണ്ട്. നിങ്ങൾക്ക് തോന്നല്ല ആളുകൾ ഇല്ല എന്നൊക്കെ, ആളുകളുണ്ട്. എന്റെ ഒക്കെ അറിവിൽ ഒരുപാട് ആളുകളുണ്ട്. അവര് ചെയ്യാനും റെഡിയാണ്. ഒരു സംശയവും വേണ്ട. അവർക്ക് അതിന്റെ പേരും പ്രശസ്തിയും കാര്യങ്ങളൊന്നും വേണ്ട. ആ മകനെ ആ ഉമ്മയുടെ അടുത്തൊന്ന് എത്തിച്ചാൽ വേണ്ടി അതിന് വേണ്ടിയിട്ട് ചെയ്യാൻ നടക്കുന്ന ആളുകളുണ്ട്. നിങ്ങളെക്കാട്ടിലും എത്രയോ പിടിപാടും കാര്യങ്ങളൊക്കെ സൗദി അറേബ്യയിലുള്ള ആളുകളുണ്ട്. അവർ വിചാരിച്ചു കഴിഞ്ഞാൽ റഹീമിനെ നാട്ടിൽ എത്തിക്കാനും കഴിയും. അല്ലാതെ നിങ്ങൾ ഈ പറയുന്നത് പോലെ നിങ്ങൾ തന്നെ എല്ലാ പേരും പ്രശസ്തിയും നേടിയെടുക്കണം, ഇന്ന റഹീമിനാണ് പുറത്തിറങ്ങാൻ ഇപ്പൊ അടുത്ത കാലത്തൊന്നും കഴിയൂല. ആ ഒരു അവസ്ഥയിലാണ് നിങ്ങൾ കൊണ്ടു നടക്കുന്നത്. കാരണം കേസ് മാറ്റി മാറ്റി കൊണ്ടുപോകുന്നത് നിങ്ങൾ പണം കൊടുത്തതാണോ, എന്തിന്റെ പേരിലാണ് ഈ കേസ് മാറ്റി മാറ്റി കൊണ്ടു നടക്കുന്നത്? ഇനി സത്യത്തിൽ ബ്ലഡ് മണി നിങ്ങൾ കൈമാറിയിട്ടില്ലേ? നിങ്ങൾ പറയുന്നതല്ലാതെ അതിന്റെ ഒരു തെളിവോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇതുവരെയായിട്ട് എവിടെയും നിങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടില്ല. ഈ പൈസയുടെ കണക്കായി കഴിഞ്ഞാലും ഒന്നിനും നിങ്ങൾ എവിടെയും ഇന്ന് വരെ ഒരു തെളിവും ഒരു പേപ്പറും നിങ്ങൾ കാണിച്ചിട്ടില്ല. ഒക്കെ നിങ്ങൾ വാക്കുകൊണ്ട് പറയുന്നത് ജനങ്ങൾ വിശ്വസിക്കുക. പൊതുജനമേ, നിങ്ങളോടാണ് പറയാനുള്ളത്, നമ്മൾ കൊടുത്ത പണമാണ് ഇവരുടെ കയ്യിലുള്ളത്. അതിന് ചോദിക്കേണ്ടത് പൊതുജനമായ നമ്മളാണ്. നമ്മൾ ചോദിച്ചേ മതിയാകൂ. കാരണം ഇല്ല എങ്കിൽ ഇവര് ഇത് ഇങ്ങനെ കൊണ്ടുപോയി ആ ഉമ്മയുടെ കാലശേഷം പോലും ഈ മകന് റിലീസ് ആകാത്ത ഒരു രീതിയിലേക്ക് ഇവർ കൊണ്ടെത്തിക്കും. അതാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. കാരണം ഇവർ ഇന്നും നിലല്ലോ, ഏകദേശം 1 വർഷം കഴിഞ്ഞു. ഇത്രയും കാലമായിട്ട് ഇവർക്ക് റഹീമിനെ ഒന്നും ഇറക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ നിങ്ങളോടാണ് പറയാനുള്ളത്, ഇതിനെതിരെ പ്രതികരിക്കുക. എല്ലാവരും പ്രതികരിക്കുക, ഒന്നടങ്കം പ്രതികരിക്കുക. എന്തുകൊണ്ടാണ് റഹീം പുറത്തിറങ്ങാത്തത്? അതിന്റെ കറക്റ്റ് കാരണം എന്താണെന്നുള്ളത് തെളിവുകൾ സഹിതം ഈ കമ്മിറ്റി പുറത്തു വിടണം എന്നുള്ളത് നമ്മൾ എല്ലാവരും ഒന്നടങ്കം നിന്നുകൊണ്ട് തന്നെ ശബ്ദിക്കുക എന്നാണ് നിങ്ങളോട് പറയാനുള്ളത്. എങ്കിലേ ഇതിനൊരു ഉത്തരം കിട്ടുകയുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ ഇതിനൊരു ഉത്തരം കിട്ടില്ല.
നമ്മൾ കൊടുത്ത പണം അത് ഇവരങ്ങ് പുട്ടടിച്ചു കൊണ്ടുപോകും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, ഇതിനെതിരെ ശക്തമായിട്ട് എല്ലാവരും പ്രതികരിക്കണമെന്ന് മാത്രമാണ് നിങ്ങളോട് പറയാനുള്ളത്, അല്ലാതെ മറ്റൊന്നും പറയാനില്ല. അപ്പൊ എന്തായാലും കൂടുതൽ ഡീറ്റെയിൽസുകളും കാര്യങ്ങളൊക്കെയുമായിട്ട് ഇൻഷാ അല്ലാഹ് ഇനിയും വരും ദിവസങ്ങളിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ വീഡിയോസുകൾ ചെയ്യും. അതിന്മേൽ വരുന്ന എന്ത് കേസ് ആണെന്നുണ്ടെങ്കിലും ഇനി അത് നേരിടാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പൊ ആ കേസിന്റെ വഴിക്കും പോവും, എന്റെ വീഡിയോസുകൾ അതിന്റെ വഴിക്കും പോവും എന്ന് മാത്രമാണ് പറയാനുള്ളത്. കാരണം നിശബ്ദതായിരിക്കാൻ ഇനി എന്നെ കിട്ടില്ല. കാരണം പ്രതികരിക്കേണ്ടത് പ്രതികരിക്കും. ആ ഉമ്മയുടെ അടുത്തേക്ക് ആ മകനെ എത്തിക്കാൻ വേണ്ടിയിട്ട് അതിനെതിരെ ഘോരമായിട്ട് ശബ്ദിക്കാൻ ചെയ്യും. അതിൽ സംശയവും വേണ്ട. നിങ്ങളെ കൊണ്ട് കഴിയില്ല എന്നുണ്ടെങ്കിൽ കഴിയുന്ന ആളുകൾ ഇവിടെ ഉണ്ട്, അവരെ ഏൽപ്പിക്കാൻ നിങ്ങൾ ധൈര്യമുണ്ട് എന്നാണ് നിങ്ങൾ കമന്റുകാരോട് എനിക്ക് ചോദിക്കാനുള്ളത്. അതിനുള്ള ആളുകളും റെഡിയാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അപ്പൊ എന്തായാലും നമുക്ക് വീണ്ടും കാണാം അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട്. ബൈ.